എറണാകുളം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റിയിലെ കൂട്ടയടിയിൽ കടുത്ത നടപടിയുമായി CPIM രംഗത്ത് വന്നു. കേസിൽ പ്രതിയായ 7 പേരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ CPIM ജില്ലാ സെക്രട്ടറിയിൽ തീരുമാനമെടുത്തു. വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേരുന്നു. വിഷ്ണു, തീരുമാനം എപ്പോഴാണ് ഉണ്ടായത്? പറയൂ. SKN പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടിയത് പാർട്ടിക്ക് ചെറുതല്ലാത്ത നാണക്കേടാണ് ഉണ്ടാക്കിയത്. അതോടൊപ്പം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർത്തത്. ഈ സെക്രട്ടേറിയറ്റിലാണ് കേസിൽ പ്രതികളായ 6 പേർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത്. അതിൽ 2 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ഒപ്പം 4 ബ്രാഞ്ച് സെക്രട്ടറിമാരുമുണ്ട്. ഇവരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇക്കാര്യം ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. ഒപ്പം 11-ാം തീയതി പേട്ടയിൽ വിശദീകരണ യോഗം CPIM വിളിച്ചിരിക്കുന്നു. അതായത് ശക്തിപ്രകടനം എന്ന രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. വിമത ശബ്ദത്തിന് അപ്പുറത്താണ് ഔദ്യോഗിക പക്ഷത്തിന്റെ കരുത്ത് എന്ന് കാട്ടാൻ വേണ്ടിയാണ് 11-ാം തീയതി പേട്ടയിൽ വലിയ യോഗം വിളിച്ചിരിക്കുന്നത്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, തൃക്കാക്കര ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ക്രമക്കേട് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു അംഗത്തിനെതിരെ നിലവിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നും ടെലിഫോൺ ചേർന്നത്. അബ്ദുൾ ജമാൽ പറയുന്നു, നാളെ വെറുപ്പിക്കരുതെന്ന്. പരമാവധി വെറുപ്പിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാം, വെറുക്കാതിരിക്കാൻ നിങ്ങൾ നോക്കണമെന്ന് മാത്രം. അതുപോലെ വിനോദ് കുമാർ പറയുന്നു, നിയമസഭയിൽ അസാധാരണ സംഭവം അല്ലല്ലോ നടന്നത്, പണ്ട് സ്പീക്കറുടെ കസേര മറിച്ചിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. സത്യമാണ്.